ഹലോ ഗൈസ് അമ്മ എൻ്റെ തൊണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എത്ര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ആരും ഒന്നും മിണ്ടാത്തത്. തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നതാണ്. ഇന്നെന്താണ് നമ്മൾ ഇന്ന് വ്ളോഗ് എടുക്കാനുള്ള കാര്യം പറയൂ. ഓണം തിരുവോണം. എല്ലാരും ക്യാമറ ഓൺ ചെയ്തിട്ട് റെഡി ആവാൻ പോയി ഗൈസ്. തങ്കക്കുടം പൊട്ടിട്ട് വന്നിരിക്കുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ അത്ത ഇടാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ പൂവൊക്കെ ഇറുത്ത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അച്ഛൻ നമുക്ക് ആ വിളക്ക് കാണാം. ഇവിടെ അച്ഛൻ വിളക്ക് കത്തിച്ചല്ലോ. ഡെക്കറേഷൻ പരിപാടിയൊക്കെ അച്ഛനാണ്. ചേച്ചിയാണ് വിളക്ക് കത്തിച്ചത്, ഡെക്കറേഷൻ ചെയ്തത് അച്ഛനാണ്. ഓക്കെ, ഇനി പറയൊന്നുമില്ല. അത്തം കാണിച്ചുതരാം ഗൈസ്. വണ്ടർഫുൾ ആയിട്ട് ചേച്ചി അത്തയിടുന്നുണ്ട്. ചേച്ചി ഒരു എക്സ്പേർട്ടാണ്. കുഞ്ഞിലെ മുതൽ ഞങ്ങളുടെ വീട്ടിൽ അത്തം ഇടുന്നത് ചേച്ചിയാണ്. ഞങ്ങൾ ഒരു 5 കൊല്ലം മുന്നേ വരെ ഞങ്ങൾ എല്ലാ വർഷവും അത്തം ഇടുമായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എല്ലാണോ നിർത്തി. പക്ഷെ ചാണകം ഇടുന്ന നിർത്തിയതുകൊണ്ടാണോ? ചാണകം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത്തം നിർത്തിയത് കേട്ടോ. പിന്നെ എല്ലാണോ പൂവൊക്കെ എടുക്കാൻ മടിയായി. ഹായ് ഗൈസ്, മഹിത ഒരു ഹായ്. ഓ അതായിരുന്നു ഹായ്. ഓക്കെ ഇനി എല്ലാണോ കുളിച്ച് സുന്ദരിയാവണം. ഇപ്പോഴേ സുന്ദരിയാണോ? മഹിമയാണ് ഫോക്കസ്. മഹിമ നോക്ക് മഹിമേ. അയ്യോടാ, ഇങ്ങനെയല്ല ഗൈസ് കൊച്ചിരുന്നത്. തലമുടിയൊക്കെ കെട്ടിയിട്ട് വന്നതാണ്. ഇത് ഞാൻ പറയരുത്. ചായയും കൊണ്ട് പൂമുഖത്ത് അച്ഛൻ വരികയാണ് ഗൈസ്. നിങ്ങൾ ആരും എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. ഇതാണ് എൻ്റെ അച്ഛൻ. യെസ്, ചായ എടുത്തോളൂ. പിന്നാമ്പുറത്ത് അമ്മയുണ്ട് കേട്ടോ ചായ കുടിക്കാനായിട്ട്. താങ്ക് യു. നിങ്ങളെല്ലാവരും ചായ കുടിച്ചായിരുന്നോ? മണി ഇപ്പം എത്രയായി? 7 മണിയായി. നേരത്തെ ഇടേണ്ടതാണ്. എണീച്ചപ്പോൾ മണി 6 ആയിപ്പോയി. നമുക്ക് ഈ ചായ ഒന്ന് ഇവിടെ വയ്ക്കാം. കെൻറ്റി പോതിരുന്നാൽ മതി. ഓക്കെ, ഞങ്ങളെല്ലാവരും പൂവൊക്കെ ഇരുത്തതിന് ശേഷം അത്തം തുടങ്ങിയപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. വ്ളോഗ് എന്തിനാണ് നിർത്തിപ്പോയെന്ന് ഒരു പിടുത്തമില്ല. എങ്കിലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അച്ഛൻ ഡെക്കറേറ്റ് ചെയ്ത വിളക്ക് എങ്ങനെയുണ്ട്? ഉത്രാട വിളക്ക് സംതിങ് എന്താണ് പറയണല്ലേ? അല്ലേ തന്നെ. ഞാൻ ഈ വീഡിയോയിൽ എന്തൊക്കെ പറയുന്നത് നോക്കിയിരിക്കുന്ന എൻ്റെ അനിയത്തിമാർ. ഇനി നമുക്ക് അമ്മയെ കാണാം. അമ്മ എന്താണ് അടുക്കളയിൽ ചെയ്യുന്നതെന്ന്. അച്ഛ എന്താണ് നിങ്ങൾ രാവിലെ എന്തുണ്ടാക്കുകയാണ്? അച്ഛന് ചായ പഞ്ചസാര പോരാ. ഓക്കെ, അച്ഛന് ചായ പഞ്ചസാര പോരാ. ചായയൊക്കെ ഇട്ടുകൊണ്ട് കുടിക്കുകയാണ്. അമ്മ രാവിലെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്കുള്ളത് കിട്ടിയത് കിട്ടി. ഇനി നമുക്ക് പോകാം. ഈ പച്ചക്കറി അടുക്കി വെച്ചത് ഞാനാണ്. ഹൈ, ഇപ്പോൾ കുറച്ചുകൂടി കളറായി അല്ലേ? താമര വന്നു. താമര ഞങ്ങൾ ആദ്യം ഒരു കടയിൽ ചോദിച്ചപ്പോൾ എത്ര രൂപയെന്ന് പറഞ്ഞാൽ 50 രൂപയെന്ന്. പിന്നെ ഞങ്ങൾ അടുത്ത കടയിൽ കയറി 30 രൂപയ്ക്ക് വാങ്ങി. ഇന്നലെ 2 സെറ്റ് പൂ വാങ്ങി. ചാലയിലൊക്കെ ഇന്നലെ ഭയങ്കര ക്രൗഡായിരുന്നു. പിന്നെ ഓണം ഒബ്വിയസ്ലി ഭയങ്കര ക്രൗഡായിരിക്കും. ഈ കുട്ടീനെ ഞങ്ങൾക്ക് അടുത്ത് കളയട്ടാ. ഇവളാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞോളൂ. മഹിമ ഇപ്പം എവിടെയാണ്? എൻ്റെ വീട്ടിലാണ് എന്നല്ല, മഹിമ ഇപ്പം എറണാകുളം പോയി ഗൈസ്. ഇവിടെ ഒന്നും പഠിക്കാൻ ഇല്ലാതെ അവൾ കൊച്ചിക്കാരിയായിരിക്കുന്നു. എന്തൊക്കെ ഇവിടെ ഞങ്ങൾ ഇത്രയും പറയുമ്പം ആത്മാർത്ഥമായിട്ട് അത്ത ഇടുന്നത് ഒരേ ഒരു കൊച്ചേ ഉള്ളൂ. ഈ ചുണ്ടുടി ബബി അവരത്തയിട്ട് കൊളാക്കാൻ പോകുന്നു. കൊളാക്കാൻ പോണം. ചായ എങ്ങനെയുണ്ട്? പഞ്ചാരക്ക് എന്തിനാടാ ഒരു പഞ്ചാര? ഇത് അൺഎക്സ്പെക്റ്റഡാ. ഇതമോളെ ചായ എങ്ങനെയുണ്ട്? ആർക്കും പഞ്ചാരയില്ലേ? അത് വളരണ ശരീരമാണ്. പഞ്ചസാരയും അധികം വേണ്ട. പാട്ടൊക്കെ ഇട്ട് ഓണാണ്. കോപ്പിറൈറ്റ് അടിക്കും. നമുക്കിത് വേണ്ട. പൂറുക്കാൻ മാത്രമേ എന്നെ വിളിച്ചോളൂ ഗൈസ്. അത്തയുടെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവരിടുകയല്ലേ, ആകെ ഒരു കുഞ്ഞത്തം. അതിൽ കയറി ഞാൻ കിണ്ടി കളിക്കണ്ട. ഒരു കാര്യം പറയാൻ പറ്റത്തില്ലെന്നേ. അവർ കിണ്ടി കളിച്ചോണ്ട ചേച്ചി അവസാനം ഡിസൈൻ വരെ മാറ്റിയത്. നിൽക്കുന്ന കണ്ടില്ല അവള്. എൻ്റെ കളത്തിൽ നിന്ന് കൈ മാറ്റി. ഞാനേ അത്തയിടാൻ വന്നേ. ടിങ്കി 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 ടീ.
ടിങ്കി 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 ടിങ്. ഇതാണ് എൻ്റെ അത്തം. ശരി, ഞാൻ രാജിവെച്ചു. നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കണ്ടുപിടിച്ചു. എങ്ങനെയുണ്ട് അത്തം? കൊള്ളാന്ന് പറ. വേറല്ലോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ആണ്. എന്തെങ്കിലും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണിയെടുക്കുന്നത് കാണിച്ചു കൊടുക്കൂ. ഞാൻ അടുത്ത് അത് കംപ്ലൈന്റ് വരും. പിള്ളേരെ പണി എടുത്തിട്ട് നീ അവിടെ വ്ലോഗ് എടുത്ത് നിൽക്കണം. പുഴുത്തോണ്ട് ദൂരിപ്പിക്കും. സെറ്റാക്കാം. ഇല്ലെങ്കിൽ മൈദ സെറ്റാക്കും. ആരാണെന്ന് നോക്കൂ. ഞങ്ങളിവിടെ ആറ്റുകാലിൽ പോയി. പിന്നെ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് വ്ലോഗ് എടുക്കാൻ മറന്നുപോയി. കുറേ നാളായതുകൊണ്ടേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ശാലയിലകത്തോട്ട് വന്നു. ചേച്ചി അനിയത്തിയൊക്കെ വന്ന അമ്പലത്തിൽ പോയിട്ട് വീഡിയോ എടുക്കണം. അനുവാദമൊക്കെ വേണോ? ഏട്ടൻ്റെ സുന്ദരമായ മുഖം കണ്ടപ്പോൾ ചോദിക്കാതെ എടുക്കുക. കലിപ്പാണോ? ആറ്റിറ്റ്യൂഡ് പിടിച്ചതാണ് കേട്ടോ. കടയിൽ നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട് നമുക്ക് നോക്കാം. അണച്ചു ഈ കുട്ടികളെതൊക്കെ ലൈം കുടിക്കാൻ കയറിയപ്പോൾ, നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ അവനെ ഷാർജയെ പറ്റത്തുള്ളൂ. അന്തട ബില്ലൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ട് തരണത് 2 എണ്ണം. എടാ, ഗേൾസിനെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കരുത്. നിങ്ങളിങ്ങനെ കണ്ണു അടച്ച് നിൽക്കരുത്. എടാ, താങ്കൾ എൻ്റെതും കൂടിയാണ് കുടിച്ച് തീർക്കുന്നത്. ഇത്രയും നല്ല സുഹൃത്തിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത അണച്ചു പോയി. അപ്പോൾ ശരി ഗൈസ്, അച്ഛനുള്ള ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങണം. മണി 1:30 ആയി. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളിയൊക്കെ വന്നു. അവിടെ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. ബൈ ബൈ പറ. ബൈ. അങ്ങനെ ഫൈനലി സദ്യ എത്തിയിരിക്കുകയാണ്. എല്ലായിടത്തും ഇവിടെ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഇവിടെ വിളമ്പുന്നത്? ഞങ്ങളാണ് വിളമ്പി. ഞങ്ങൾ തന്നെ ഇട്ടത്. എവിടെ? യെസ്. ഓക്കെ, അമ്മൂമ്മ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇനി ഞങ്ങളും കഴിക്കുകയാണ്. തുടങ്ങിക്കോ. അയ്യോ, എനിക്ക് വായിൽ വെള്ളം വരുന്നു. അപ്പം ഞാനിന്ന് കഴിച്ചെടുക്കാം. ഓക്കെ, ഞാൻ എടുത്തോളാം. അങ്ങോട്ട് കൊടുക്കണം. പപ്പടം എൻ്റെ തന്നെ കിട്ടി. അയ്യോ, അമ്മ ഒറ്റയ്ക്കാണ് ഇതെല്ലാം വെച്ചേക്കണം. ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, കാബേജ് ഓരൻ, പിന്നെ നാരങ്ങ അച്ചാറ്. അത് വാങ്ങിയതാണോ? ഓ, ഉടച്ചുകറി അതും വെച്ചതാണ്. സോറി. ഇത് കിച്ചടി, ഇതും കിച്ചടി, അവിയൽ, പാവയ്ക്കത്തോരൻ, വള്ളിപ്പയറിൻ്റെ എന്തോ വിഴുക്കാണ്, പരിപ്പ് കറി, പപ്പടം, ചിപ്സ്, ഉപ്പേരി എല്ലാം ഉണ്ട്. ഇനി സാമ്പാറുണ്ട്, പായസമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് വരുമ്പോൾ കാണാം. ഞാൻ ഒന്ന് കഴിക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? ഓക്കെ, അപ്പോൾ കാണാം. അച്ഛ എവിടെ? ഓണക്കോടി വേണ്ടേ? ഓണക്കോടി വാങ്ങ. എല്ലാവരും നമ്മളത് 3 പേരെയും കൂടിയേ. നമ്മൾ എല്ലാവരും 3ൻ്റെയും കൂടിയാ. എൻ്റെ, അമ്മൂൻ്റെ, അപ്പൂൻ്റെ. പക്ഷെ ടീഷർട്ട് സെലക്ട് ചെയ്തത് എൻ്റെ കൂട്ടുകാരന്മാരാണ്. നൈറ്റ് സെലക്ട് ചെയ്തതിൽ ഒരെണ്ണം റെഡ് സെലക്ട് ചെയ്തത് മിഥുൻ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം അമ്മാമ്മയ്ക്ക്. അല്ല, ഏറ്റവും ലാസ്റ്റ് ഒരെണ്ണം ഉണ്ട്. ഇഷ്ടപ്പെട്ടാ? ഏതാണെങ്കിലും ഏത് സെലക്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ, ഞങ്ങളെല്ലാം സദ്യ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയും ചേട്ടനും കൂടി. എങ്ങനെയുണ്ട് സദ്യ? പറഞ്ഞില്ലെങ്കിൽ പായസവും. അയ്യോ, അവിടെയൊക്കെ ഇലയൊക്കെ മടക്കി പായസവും. എന്തോ വീണ കണക്ക്. സദ്യ കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? തലയിടണ. ആൻഡ് ഫൈനലി മണി 4 ആവാറായി. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് 2 പേരും കൂടി കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ കണക്കേനെ ഉണ്ടോ? സൂപ്പർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രീജു അങ്ങനെ തന്നെ വെച്ചു. അടിപൊളിയായിട്ടുണ്ട്. രാവിലെ നമ്മൾ ഒരു 7 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു? ഒരു 8-10 പേരുണ്ടായിരുന്നു.
സദ്യ കഴിക്കാൻ. അങ്ങനെ അലക്സുവിന് കഴിഞ്ഞ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ ഇവിടെ പറ്റിയില്ല. അങ്ങനെ ആൾ ഈ വർഷം വന്നിരിക്കുകയാണ്. അങ്ങനെ പനി പിടിച്ചു പോയി പാവത്തിന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഓണായേനെ ഇല്ലേ? അത് കുഴപ്പമില്ല, നമുക്ക് കളറാക്കാം. ഓക്കെ, അപ്പം ഹാപ്പി ഓണം. ആ.